ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു റോംബർ ചെയ്യാനാണ്. വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് വരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പാറ്റേൺ ആണത്. അപ്പോൾ നമ്മൾ റോംബർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ജീൻസ് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഞാനത് പ്രധാന എംബ്രോയ്ഡറി സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഹുക്സിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 100% കോട്ടൺ ആണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 100 ഗ്രാമാണ്. പിന്നെ ലെങ്ത്ത് വരുന്നത് 200 മീറ്റർ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 185 രൂപയാണ് ഈ ഒരു പീസിന് വരുന്നത്. അപ്പം 4 പ്ലേ ആണ് ആയതുകൊണ്ട് ഞാനിവിടെ 2.5 mm ഹുക്ക് സെറ്റ്, പിന്നെ അതുപോലെ സ്റ്റിച്ച് മാർക്കേഴ്സ്, പിന്നെ ഒരു കട്ട് ചെയ്യാൻ ഒരു സിസേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 30 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 30 സെൻറ്റിമീറ്ററാണ്, അല്ല 30 ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു 6 ഇഞ്ച്, 5.5 അല്ലെങ്കിൽ 6 ഇഞ്ചിൻ്റെ അടുത്താണ് മെഷർമെൻറ്റ് ഉള്ളത്. അതുപോലെ ഇതിൽ നോക്കുമ്പോൾ 16 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആർക്കാണോ ചെയ്യുന്നത് ആ കുട്ടിയുടെ കാലിൻ്റെ അടിഭാഗത്തുള്ള ഒരു മെഷർമെൻറ്റാണ് നമ്മളിത് എടുക്കുന്നത്. തൊടേണ്ട ഭാഗത്തല്ല, എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഒരു ഭാഗത്തുള്ള മെഷർമെൻറ്റ് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ 30 ചെയിൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ എനിക്ക് 6 ഇഞ്ചാണ് ഉള്ളത്. 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്തിട്ടാണ് മെഷർമെൻറ്റ് എടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ കാലിൻ്റെ ഭാഗത്ത് ചോദിക്കുക. നമ്മൾ ഫുൾ പാൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ പാൻറ്റ് ചെയ്യുമ്പോൾ താഴെ ഭാഗത്ത് കുറച്ച് വീതി കുറഞ്ഞിട്ടാണല്ലോ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 6 ഇഞ്ച് എടുക്കുന്നത്. അത് നിങ്ങൾ 8 ഇഞ്ചോ 10 ഇഞ്ചോ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെയിൻ ഇങ്ങനെ കറക്റ്റായി പിടിച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റൗണ്ട് കിട്ടുക. ഇനി നമ്മൾ ചെയിൻ 2 ചെയ്യുക. 1 2. ഇനി ഓരോ ചെയിനിലും സെയിം സ്പേസ് ചെയിനിൽ തന്നെ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 30 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 30 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ 1 2 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്ത് സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം. മൂന്ന് ലൂപ്പ് കിട്ടും. യാനോവർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക, യാനോവർ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ആ ഒരു രീതിക്കാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. മൾട്ടി കളർ ആയതുകൊണ്ട് സ്റ്റിച്ചസ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ആകുമ്പം നിങ്ങൾ ഒറ്റ കളറിയാണ് വെച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചസൊക്കെ സെപ്പറേറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ നമുക്ക് ചുറ്റിലും ചെയ്ത് കൊടുക്കുക. ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ളത് ഇങ്ങനെ ചുറ്റിലും ചെയ്തപ്പം നമുക്ക് 30 സ്റ്റിച്ചസാണ് കിട്ടിയത്. ഇനി ഫസ്റ്റ് ചെയ്ത ഈ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ നമുക്ക്
ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. തേർഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമുക്ക് ചെയിൻ 3 ചെയ്യുക. 1 2 3 ചെയിൻ 3 ചെയ്യുക. ഈ സെയിം ചെയിൻ 3 ചെയ്തതിൻ്റെ ഈ ഹുക്ക് ഉണ്ടല്ലോ, തൊട്ടടുത്ത ഡബിൾ ക്രോഷ്യ, ഈ ഒരു ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ ഈ ഒരു സ്പേസിലൂടെ, ഈ താഴെ ചെയ്ത ഡബിൾ ക്രോഷ്യേൻ്റെ സ്പേസിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. ഇനി വീണ്ടും യാൺ ഓവർ ചെയ്യുക. നമ്മൾ ബാക്ക് പോസ്റ്റ് ആണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ താഴെ ഭാഗത്ത് കൂടിയാണ് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഇതിലൂടെ തന്നെ ഹുക്കിനെ പുറത്തേക്ക് വലിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. ഇനി അടുത്തത് യാൺ ഓവർ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ്, ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്തു. ഇനി ഒരു ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു സ്റ്റിച്ചിൻ്റെ കൂടെ എടുക്കുക. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്യുക. സെയിം കൂടെ തന്നെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അടുത്തത് നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ആണ്. യാൺ ഓവർ ചെയ്യുക. ഫ്രണ്ട് പോസ്റ്റിൻ്റെ ഇങ്ങനെ എടുക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അടുത്തത് നമുക്ക് ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അടുത്തത് ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള ആ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്തു, അടുത്തതിൽ ബാക്ക് പോസ്റ്റ് ചെയ്തു, പിന്നെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് മുഴുവനും ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി ചെയിൻ 3 ചെയ്യുക. 1 2 3. പിന്നെ നേരത്തെ ചെയ്ത ഫ്രണ്ട് പോസ്റ്റിൻ്റെ നേരെ നമുക്കൊരു ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് പോസ്റ്റിൻ്റെ നേരെ ഒരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള പാറ്റേൺ ആണ് ഇത് നമ്മൾ തേർഡ് റൗണ്ടിൽ ചെയ്യുന്നത്. ഫ്രണ്ട് പോസ്റ്റിൻ്റെ നേരെ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് പോസ്റ്റിൻ്റെ നേരെ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടും കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സ്റ്റിച്ചസ് തന്നെയാണ് കിട്ടുക. 15 ഫ്രണ്ട് പോസ്റ്റും ചെയ്യാനുണ്ടാവും, 15 ബാക്ക് പോസ്റ്റും. ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ തേർഡ് റൗണ്ടിൽ ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള സ്റ്റിച്ചസ് മുഴുവനും ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ ചെയ്ത ആ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 3 ചെയ്യാം. 1 2 3. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പോസ്റ്റിൻ്റെ ഈ ടോപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ടോപ്പിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ആ ഒരു ലാസ്റ്റ് എത്തുന്നവരെ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഇങ്ങനെ ചെയിൻ പോലെ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ചെയിനിലൊക്കെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക.
ഇനി ഈ 4th റൗണ്ട് മുഴുവനും ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചുറ്റിലും ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ളത് 4th റൗണ്ടിൽ ഇങ്ങനെ ചെയ്തിട്ട് ചുറ്റിലും ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 3 ചെയിൻ ചെയ്ത ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ നമ്മളൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ വിഡ്ത്ത് കൂടി കൂടി വരിക. ആ ഒരു ഭാഗമാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ നമ്മൾ 3 ചെയിൻ ചെയ്ത സെയിം തന്നെ നമ്മൾ, അപ്പോൾ ഇവിടെ 2 സ്റ്റിച്ചസ് ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ ഇൻക്രീസിങ് ആയി ചെയ്യുന്നത്. പിന്നെ ഈ 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ നമുക്കൊരു സ്റ്റിച്ച് ആഡ് ആയിട്ടുണ്ട്. അതുപോലെ ചെയിൻ 3 ചെയ്യാം. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 3 ചെയ്ത സെയിം തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ തന്നെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു എൻഡ് എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഇവിടെ മാത്രമാണ് നമ്മളൊന്ന് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ നമ്മളെ സ്റ്റിച്ച് ഇങ്ങനെ വിഡ്ത്ത് കൂടി കൂടി വരും. വേറെ എവിടെയും നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ആ ജോയിൻ ചെയ്യുന്ന 3 ചെയിനിൻ്റെ ആ ഭാഗത്ത് മാത്രമാണ് ഇൻക്രീസിങ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിഡ്ത്ത് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓരോ സ്റ്റിച്ച് 2 സ്റ്റിച്ചൊക്കെയാണ് നമ്മൾ ഓരോ റൗണ്ടിലും ആഡായി വരുന്നത്. അത് ആ 3 ചെയിൻ ചെയ്ത ആ ഒരു ഭാഗത്ത് മാത്രമാണ് സ്റ്റിച്ചസ് ആഡ് ആക്കുന്നത്. വേറെ എവിടെയും ഒന്നുമില്ല. ബാക്കി എല്ലാ സ്ഥലത്തും ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള ഈ ഒരു പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കാം. ചുറ്റിലും ചെയ്ത് ഇവിടെ എത്തിയിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ 5th റൗണ്ട് ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമ്മളിവിടെ ലാസ്റ്റിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റിലാണ് നമ്മൾ സ്റ്റിച്ചസ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു 3 ചെയിൻ ചെയ്ത ആ ഒരു ചെയിൻ ഉണ്ടാവും, അതിൽ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്ന ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ചെയിൻ 3 ചെയ്യാം. 1 2 3 സെയിം സ്പേസിൽ തന്നെ ഒരു DC ചെയ്യാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ചുറ്റിലും ഓരോ DC ചെയ്യുക. ഈ ഒരു ഭാഗത്താണ് ഈ ഒരു സ്റ്റിച്ചാണ് നമ്മൾ ഇൻക്രീസായി വരുന്നത്. ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു V സ്റ്റിച്ച് പോലെ ഒരു സ്റ്റിച്ച് ഇൻക്രീസായി. ഈ റൗണ്ടിലും ഒരു സ്റ്റിച്ച് ഇൻക്രീസായി. ഇനി അടുത്ത റൗണ്ടിൽ ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ചസ് ഇൻക്രീസ് ആവും. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ ഇങ്ങനെ ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ DC ഇങ്ങനെ ചുറ്റിലും ചെയ്യുക. പിന്നെ ഈ 3 ചെയിനിൻ്റെ ഭാഗത്ത് സെയിം തന്നെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് ആഡായി വരും. അങ്ങനെ നമ്മൾ എത്രയാണോ റൗണ്ട് ചെയ്യുന്നത് നമുക്കൊരു 7 റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC ഇങ്ങനെ ചെയ്യുക. ചുറ്റിലും ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ 3 ചെയിനിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വീണ്ടും 3 ചെയിൻ ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗം എത്തുമ്പോൾ വീണ്ടും ഒരു 3 ചെയിൻ്റെ സെയിം സ്പേസിൽ ഒരു DC കൂടി ചെയ്യുക. അങ്ങനെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്ത് എത്തുന്നവരെ ഇങ്ങനെ ചെയ്തിട്ട്, അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ഭാഗം വരുമ്പോൾ വിഡ്ത്ത് കൂടി കൂടി വരും. അപ്പോൾ നമ്മളിവിടെ 3 ഇഞ്ചാണുള്ളത്. ഈ ഒരു റൗണ്ട് എത്തുമ്പോൾ 3.1 ആയിട്ട് 2 റൗണ്ട് ചെയ്തപ്പോൾ തന്നെ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചസ് കൂടുമ്പോൾ ഈ ഒരു 3 ചെയിൻ്റെ കൂടെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മാത്രം ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ വിഡ്ത്ത് ഇങ്ങനെ ഓരോ റൗണ്ടിലും കൂടി കൂടി വരുന്നത്. റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബിഗിനേഴ്സിനും കൂടി ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്തിൽ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് 1 2 3 4 5 6 7 8 റോ ചെയ്തിട്ടുണ്ട്. നമുക്ക് മെഷർമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ 4.5 ഇഞ്ചസ് ആണുള്ളത്. അതുപോലെ സെൻറ്റിമീറ്ററിൽ നോക്കുകയാണെങ്കിൽ 11 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു രീതിക്ക് ഈ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് നമുക്ക് ഒരു 10 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്.
അതുപോലെ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ വിടുത്ത് 4 ഇഞ്ച് വിടുത്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പിന്നെ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഇവിടെ വിടുത്തും കൂടി വരും കേട്ടോ. നമ്മളിവിടെ സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ചസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ എത്രയാണോ ലെങ്ത്ത് വെക്കുന്നത് അത്രയും ലെങ്ത്ത് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വിടുത്ത് ഇവിടെ ഇൻക്രീസായി വരും. ഇവിടെ കണ്ടോ സ്റ്റാർട്ടിങ്ങിൽ 3 ഇഞ്ചേ ഉള്ളൂ, അങ്ങനെ ഇൻക്രീസ് ആയിട്ട് നമുക്ക് 4 ഇഞ്ച് വരെ ഇൻക്രീസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് ആ ഒരു മെഷർമെൻറ്റ് രീതിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ലെഗ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയിൻ 1 ചെയ്തിട്ട് യാണ് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഹുക്ക് വലിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ലെഗിൻ്റെ പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഒന്നും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതിന് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, കട്ട് ചെയ്യാതെ തന്നെ കണ്ടിന്യൂ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അടുത്ത പീസ് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പീസ് നമ്മൾ കട്ട് ചെയ്യണ്ട, സെയിം എത്ര ലെങ്ത്ത് എത്ര റൗണ്ടാണോ നോക്കിയിട്ട് കറക്റ്റാണോ നോക്കുക. അതിന് ശേഷം നമ്മൾ അടുത്ത പീസ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അടുത്ത പീസ് കട്ട് ചെയ്യാതെ നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ ചെയ്ത ആ ഒരു സ്പേസിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുകയാണ്. അപ്പോഴാണ് നമുക്ക് ഇൻക്രീസിങ് ആയി വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇങ്ങനെയാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാ റൗണ്ടിലും. പക്ഷേ ഈ റൗണ്ടിൽ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് അടിയിൽ കൂടെ ആണ്. അടിയിലൂടെ എങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, മുകളിലൂടെ അല്ല, അടിയിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആ ഒരു ഭാഗം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത DCയുടെ അടിയിലൂടെ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മറ്റേ കാലിൻ്റെ ചെയ്ത് വെച്ച ലെഗിൻ്റെ ജോയിൻ ചെയ്ത ആ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും ഇങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് 3 ചെയിൻ ചെയ്ത് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ചെയിനിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മറ്റേ ലെഗിൻ്റെ ആ ഒരു ടൈലൻഡ് ഉണ്ടാവില്ല, ആ ടൈലൻഡും നമ്മൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സ്ലിപ്പ് ചെയ്യുക. ഈ 3 ചെയിൻ ചെയ്തതിൻ്റെ ടോപ്പിൽ ഫസ്റ്റ് ചെയ്ത DCൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ റൗണ്ട് കഴിയുമ്പോൾ എവിടെയാണോ ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ടൈലൻഡ് നമ്മളിതിൻ്റെ കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് വേണം നമുക്കിങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ ആ നൂലിങ്ങനെ അവിടെ പുറത്തേക്ക് ഇങ്ങനെ കാണും. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ നമുക്കിങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കാം. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ DC വീതം ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെഗിൻ്റെ ചുറ്റിലും ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ചെയ്തിട്ട് ഈ ഒരു ഇവിടെ വരെ എത്തിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ളത് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ലെഗിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ നമുക്കിങ്ങനെ വെച്ചിട്ട് ആ ഒരു സ്പേസിൽ ഒരു DC ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്ത ലെഗിലേക്ക് കിടക്കുകയാണ്. ആ ലെഗിൻ്റെ സ്റ്റാർട്ടിങ്ങിലും നമുക്ക് DC ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ നോക്കണം, എവിടെയെങ്കിലും സ്പേസ് വിട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ അവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചസ് ഇങ്ങനെ വിട്ട പോലെ തോന്നും. അപ്പോൾ എല്ലാ സ്റ്റിച്ചിലും നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്യുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഇങ്ങനെ ചുറ്റിലും ഈ ഒരു ഭാഗത്തുനിന്ന് വരെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ളത്
ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു എൻ്റെ എത്തുന്നത് വരെ ചെയ്ത് കൊടുക്കാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹുക്ക് സ്റ്റിച്ച് മിസ്സായാൽ അവിടെ ഇങ്ങനെ ഒരു ജോയിൻറ്റ് പോയതുപോലെ ഇങ്ങനെ കാണും. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു ഭാഗം വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ളത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ 3 ചെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 ചെയിൻ ചെയ്തതിൻ്റെ അവിടെ നമുക്കൊരു ഒരു DC ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു 3 ചെയിനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ ഒരു 3 ചെയിൻ ചെയ്ത നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഈ 3 ചെയിനിൻ്റെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു DC ചെയ്യുക. എന്നിട്ട് നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ അവിടെ ടോപ്പിലല്ല, ആ ഒരു DCൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ചെറിയ ഒരു ഇവിടെ ആണ് സ്റ്റിച്ച് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ടോപ്പിലാകുമ്പോൾ പിന്നെ സ്റ്റിച്ച് മാർക്കർ അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ ജോയിൻ ഒന്നും ചെയ്യൂല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് DC ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഇനി DC ചെയ്തതിൻ്റെ ടോപ്പിൽ ഒരു DC കൂടി ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എല്ലാ ചെയിനിലും ഇങ്ങനെ ചെയിൻ പോലെ കാണുമല്ലോ, ആ ചെയിനിലൊക്കെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ DC വീതം ചെയ്ത് കൊടുക്കുക. നമ്മൾ ജോയിൻ ചെയ്യാതെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ കാണും. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ എനിക്ക് 8 ഇഞ്ചാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അല്ലെങ്കിൽ അരവണ്ണം ചോദിക്കുക. ആർക്കാണോ ചെയ്യുന്നത് അവിടെ അരവണ്ണം എടുത്തിട്ട് അത് എത്ര ഉണ്ട് നോക്കുക. അപ്പം എനിക്ക് 8 വേണ്ടത്. അപ്പോൾ എനിക്ക് 8 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 8 കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചുറ്റിലും നമ്മൾ ഇങ്ങനെ DC ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ജോയിൻ ഒന്നും ചെയ്യുന്നില്ല. അവിടെ നമ്മൾ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് എത്തണം വേണേൽ അത്രയും റൗണ്ട് നമ്മൾ ഇങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പിന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ DC വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് ഇതുവരെ ചെയ്തു. 1 2 3 4 5 6 7 8 9 9 റൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 9 റൗണ്ട് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടില്ല. ഫിനിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റിച്ചസും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇവിടുന്ന് ഇവിടെ 4 ഇഞ്ചാണ് ഞാൻ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് എത്രയാണോ സെൻറ്റിമീറ്റർ ലെങ്ത്ത് വേണത് ആ ലെങ്ത്തിൽ നിങ്ങൾ സ്റ്റിച്ചസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നമ്മളിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ റൗണ്ട് വരുന്നത്. കേട്ടോ, സ്ലീവ് സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് ഒരു മാർക്കൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തത് ഒരു ഇതുപോലെ ഇങ്ങനെ കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാതെ ചുറ്റിലും ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് എന്നുള്ള രീതിക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയാണ് നമ്മൾ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ചെയിന് മുന്നിലായിട്ട് ഇപ്പോൾ 3 ചെയിൻ്റെ മുന്നിലായിട്ട് ഞാൻ ആദ്യം ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുകയാണ്. പിന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുകയാണ്. പിന്നെ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ റൗണ്ട് 9ാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യുന്നത് ചെയിൻ 3 ചെയ്യുക. പിന്നെ എല്ലാ ചെയിൻ സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 10 റൗണ്ട് ആവും. ഒരു റൗണ്ട് മുഴുവനും നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ മാത്രമാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ട്
ഉള്ളത്. അതുകൊണ്ട് നമുക്ക് നല്ല നീറ്റിൽ നമ്മളെ വർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്തത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ടും കൂടി നമ്മൾ ലെങ്ത്തിലേക്ക് കൂട്ടണം. ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ നമുക്കിങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ഇതിങ്ങനെ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1-2 സ്റ്റിച്ചസും കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഹാഫ് DC സിംഗിൾ ക്രോഷ്യ എന്നൊക്കെ ചെയ്ത സ്റ്റിച്ചസാണ്. ആ സ്റ്റിച്ചസിൻ്റെ ടോപ്പിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യണം. അതിന് ശേഷം 3 ചെയിൻ ചെയ്തതിൻ്റെ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്കൊന്നുകൂടി ഇതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് നോക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൽ കിട്ടും. എന്തെങ്കിലും ഡിഫറൻസ് ചേഞ്ചസൊക്കെ വരുത്താനുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി കൊടുക്കുക. അപ്പോൾ എനിക്കിതാ 8 ഇഞ്ച് ആണ് വിഡ്ത്ത് ചെസ്റ്റിനും അരവണ്ണമൊക്കെ എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റിച്ച് മാർക്ക് നമുക്കിനി റിമൂവ് ചെയ്യുക. ഇനി ഇവിടെ വേണ്ട നമുക്ക്. ഇനിയിപ്പോൾ ഈ ഒരു ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടിങ് ചെയ്ത ഭാഗം നമ്മൾ ബാക്ക് സൈഡായിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. ഇനി നമുക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് 2 ഭാഗത്തും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് ഇനി ഇവിടെ നമുക്ക് 7ാമത്തെ സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് അവിടെ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാനുണ്ട്. അപ്പോൾ